ഇനി പറയുന്നത് 1000 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്തയാണ്. ഇത് മാത്രം ഓർത്താൽ എല്ലാം മറന്നാലും കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു പാരഗ്രാഫ് മറക്കല്ലേ. ഇദാ ഖുംത ഇലൈഹാ, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, കാര്യം പറയാം, എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും ചെയറിട്ട് നിസ്കരിക്കാൻ പാടില്ല. എണീറ്റ് കുമ്പിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്ത് നിസ്കാരം. എണീക്കാൻ പറ്റുന്നവന് ഇരുന്ന് നിസ്കരിക്കുക, കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഫർളിന് നിന്നേ പറ്റൂ, നിൽക്കാൻ കഴിയൂ. അൽ ഖായിം, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കണം. നമ്മളെ പള്ളിയിലൊക്കെ നിരന്തരം ചെയറുകളായി തുടങ്ങി. ഇനിയിപ്പോൾ ചർച്ചുമാരി ബെഞ്ചും ഡെസ്ക് കൊണ്ടേ വരുമെന്നാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കുഴപ്പമില്ല, ചെയറിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, കൂളായിട്ട് ഓടിച്ചാടി നടക്കുക. ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, നിസ്കാരത്തിന് എത്തുമ്പോൾ ഊരക്ക് വയ്യ. പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ആരോഗ്യക്ക് വിഷമുള്ള പ്രയാസമുള്ളവരെ കുറിച്ചല്ല. ഇതൊരു ഫാഷനായിട്ട് കൊണ്ട് നടക്കല്ലേ. ഫർളായ നിസ്കാര നിൽക്കാൻ കഴിയുന്നവൻ നിന്നേ പറ്റൂ. ഒരു രാജാവിന് മുമ്പ് പോയിട്ട് നമ്മൾ ഇരിക്കുമോ? ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമോ നമ്മൾ? ഞാൻ ഇരിക്കണില്ല എന്നല്ലേ പറയാം. അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ട് ഇരിക്കേ, ഒരു കുഴപ്പമില്ലാതെ? അത് ചെയ്യല്ലേ. ആലോചിച്ചാൽ മതി. നമ്മളെ ചെയ്യുന്ന പണി എന്താണ് ആലോചിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗൗരവതരം എത്രയാണെന്ന്. ഇദാ ഖുംത ഇലൈഹാ ഫഅലം അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഓർക്കണേ, അള്ളാഹു നിന്റെ മുമ്പിലേക്ക് അള്ളാഹു മുന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. നമുക്ക് ഒരാളോടെ ഒരു സമയത്ത് ഒരു ഡയലോഗ് ചെയ്യാൻ പറ്റൂ, ഒരാളോടെ 1 to 1 അല്ലേ. ഞാൻ ഹുസൈനാജിയോട് സംസാരിച്ചു, ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയില്ല, അത് നിർത്തിയിട്ട് വേണം പറയാൻ. അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. സൃഷ്ടികൾക്ക് 1 to 1 പറ്റൂ, അള്ളാഹു 1 to billion ഒരേ സമയത്ത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയും. അതാണ് റബ്ബും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം. മുഖാലിഫുല്ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളെ പോലെയല്ല. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകളുടെ ഹിസാബ് വളരെ പെട്ടെന്ന് ഞുടയിട കൊണ്ട് അള്ളാഹു തആല ചെയ്തു തീർക്കും. കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം 1 to 1 അള്ളാഹുവിന് കൺവേഴ്സ് ചെയ്യാൻ കഴിയും. ഇതാണ് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുലേക്ക് നമ്മൾ മുന്നിടുമ്പോൾ അറിയണേ, അന്നല്ലാഹ മുഖ്ബിലുൻ അലൈക, അള്ളാഹു തആല നിന്നിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്, നിന്നെ ശ്രദ്ധിക്കുകയാണ്. നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അള്ളാഹു നിന്നെ കേൾക്കുകയാണ്. ഫഅഖ്ബിൽ അലാ മൻ ഹുവ മുഖ്ബിലുൻ അലൈക, നിന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടാണ് നീ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മ വരണേ. എന്നിട്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ കരുണാനിധിയായ എല്ലാം തന്നവനായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവാണ് റബ്ബേ നീയാണ് എല്ലാറ്റിനും അന്നവും വെള്ളവും കൊടുക്കുന്നത്. നീയാണ് മനുഷ്യ മക്കൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യം കൊടുത്തത്. നീയാണ് അവരുടെ കരങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മക്കൾക്ക് സ്വന്തത്തിന് ഭക്ഷണം കൊണ്ടുകൊടുക്കാനുള്ള അവസരം നൽകിയത്. നിന്റെ തർബിയത്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി റബ്ബേ. നീ റബ്ബുൽ ആലമീനാണ്, അർ-റഹ്മാനിർ റഹീം, എന്നാലും നീ കാരുണ്യവാൻ തന്നെ, നീ കരുണാവാരിധിയാണ് റബ്ബേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, കാരുണ്യവാനായ റബ്ബേ, ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് റബ്ബേ. ഒരു മഖ്ലൂക്കിനും മഖ്ലൂക്കിൻ്റെതായ കഴിവില്ല റബ്ബേ. സഹായം നീ നൽകുന്ന സഹായം മാത്രമാണ് തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, എത്രയോ ആളുകൾ സജ്ജനങ്ങളായി ഞങ്ങളുടെ മുമ്പിൽ കടന്നുപോയി, അവരുടെ മാർഗത്തിലേക്ക് എന്നെയും ചേർത്തണേ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നീ ദേഷ്യപ്പെട്ടവരുടെ മാർഗമല്ല റബ്ബേ. വലല്ലാലീൻ, പിഴച്ചുപോയവരുടെ മാർഗവുമല്ല, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തേണമേ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നബിയേ, അല്ലാഹു ഏകനാണ്, ഒരേ ഒരുത്തനാണ്. അല്ലാഹു സ്വമദ്, എൻ്റെ റബ്ബിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്.
ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അള്ളാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ, നിന്റെ ഈ ലോകത്തില്ല റബ്ബേ. നീ ഒരേ ഒരുത്തൻ. നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു അക്ബർ, നീ വലിയവനാണ് അല്ലാഹുവേ. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, മഹോന്നതനായ റബ്ബേ നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാന, സുബ്ഹാന എന്നതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് സുബ്ഹാനല്ലാഹ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇതൊക്കെ കേരളത്തിന്റെ റോഡുകളിൽ ചൊല്ലിയിട്ടില്ലേ പിന്നെ ഏത് നാട്ടിലാണ് വീട് ചൊല്ലുക? താഴെ ഇറങ്ങുമ്പോൾ ഇറക്കം വിടുമ്പോൾ സുബ്ഹാനല്ലാഹ്. എന്തെന്നറിയോ സുബ്ഹാന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ യു ആർ ട്രാൻസെൻഡ്, അല്ലാഹുവേ നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ. ഇറക്കെന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ, നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ, നീ മീതയാണ്. നമ്മൾ കയറ്റം കയറാണ്. അടിമാലി എത്തന വരെ ചൊല്ലാം, കോതമംഗലം വിട്ടാൽ അല്ലേ, നേര്യമംഗലം വിട്ടാൽ അല്ലാഹു അക്ബർ. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കല്ലേ, തക്ബീർ അല്ലാഹു അക്ബർ. അല്ലാഹ് മെല്ലെ ചൊല്ലിക്കോ, അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട, മെല്ലെ ചൊല്ലിയാൽ മതി. അല്ലാഹു അക്ബർ, നീ വലിയവനാ റബ്ബേ. നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക. റബ്ബേ ഞങ്ങൾ മേലോട്ട് പോയ